അപ്പൊ ഒരു വിധി അത് ഏത് ബാച്ചിലാണെന്നുള്ളത് പിറ്റേ ദിവസം അറിയും. അങ്ങനെ ഒരു പിറ്റേ ദിവസം നോക്കുമ്പോൾ അത് 5ാം ബാച്ചിലേക്കാണ് എന്നെ, 5th ബാച്ച്. 300 പേരെ ബാച്ചാക്കി 30 പേര് അടങ്ങുന്ന ഒരു 30 പേരെ ബാച്ചാക്കി. അപ്പൊ അതിൽ 5ാമത്തെ ബാച്ചിലാണ് എന്നെ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പർച്ചേസുകളും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതൊക്കെ ഉണ്ട്. അതൊക്കെ അതിനൊക്കെ കൂടിയില്ല. പിന്നെ വിദേശ മന്ത്രാലയത്തിൽ റിസർവ് ബാങ്കിൽ പോയി അപ്പൊ അവര് അറേഞ്ച് ചെയ്യും ഫോറിൻ എക്സ്ചേഞ്ച് എല്ലാ ഫോർമാലിറ്റിയും കഴിഞ്ഞ്. അപ്പോഴും ഈ പോണവരുടെ കൂട്ടത്തില് ഞങ്ങൾ ഓരോ ഗെറ്റ് ടുഗദർ ഡൽഹിയിലത്തെ പല പല സംഘടനകൾ വന്നിട്ട് ഞങ്ങൾക്ക് ഉപഹാരം തരും. ഇതൊക്കെ കാണുമ്പോൾ ഐ വാസ് റാദർ സർപ്രൈസ്. കാരണം ചിന്തമാൻ്റെ ആവശ്യം നമ്മള് ഇവിടുത്തെ ഗുരുവായൂർക്ക് പോകണമെന്നുള്ള ചിന്തമാനിയാണ് നമ്മുടെ ഉള്ളിലുള്ളത്. പക്ഷെ അവരൊക്കെ വന്ന് ഉപഹാരങ്ങൾ തരിക, ഈറ്റബിൾസ് തരിക, അങ്ങനെ അങ്ങനെയാണ് ഞങ്ങൾ ഈ യാത്ര 5ാം ബാച്ചിലാണ് ഞാൻ ഉൾപ്പെട്ടത്. അങ്ങനെയാണ് നിങ്ങൾ ഡൽഹിയിൽ നിന്ന് 3 ദിവസത്തെ ബസ് ജേർണി കഴിഞ്ഞ് തർച്ചുല എന്ന് പറഞ്ഞ ഇന്ത്യ നേപ്പാൾ ബോർഡറിലെത്തുന്നു. അത് നടന്നു തന്നെയാണോ? അല്ല, ബസ്സിൽ പോയി. അതൊരു ബസ്. അത് 3 ദിവസം എടുക്കും. അപ്പോൾ ഓരോ ദിവസം ഓരോ ഗസ്റ്റ് ഹൗസിൽ താമസിക്കും. അങ്ങനെ അവിടെ നിന്നാണ് പിന്നെ യഥാർത്ഥ യാത്ര തുടങ്ങുന്നത്. അപ്പോൾ ഞങ്ങളുടെ ബാച്ചിലത്തെ ഈ 30 പേരിൽ ഞങ്ങളുടെ ലൈസൻസ് ഓഫീസറായിരുന്ന ആള് ഡോക്ടർ മധു മൊഹത എന്ന് പറഞ്ഞൊരു യുപിക്കാരനാണ്. ആള് IFS കാരനാണ്. ഈ ലൈസൻസ് ഓഫീസർ ആവാൻ IAS, IFS, IPS ഉള്ളവരെ വയ്ക്കുള്ളൂ. എന്നാലും നമുക്ക് ലാസ്റ്റ് കൈലാസൻ്റെ ഇന്ത്യൻ അതിർത്തി വരെ എത്തുമ്പോൾ 90-95 കിലോമീറ്റർ കയറ്റങ്ങളാണ്. അപ്പോൾ അതിൽ കോവർ കഴുത, കുതിര ഇതിനെയൊക്കെ കൂടെ അറേഞ്ച് ചെയ്തിട്ട് പോർട്ടർമാരെ ഒരാളെ എടുക്കാം. അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ അപ്പോൾ അവിടെ ഈ IFS ഈ ഡോക്ടർ പറഞ്ഞു നടക്കാൻ തയ്യാറുള്ളവരാരൊക്കെയാണ്. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ കയ്യിൽ പിന്നെ 2 പേരും കൂടി ഉണ്ടാവും. അങ്ങനെ 3-4 പേരാണ് നടക്കാൻ തയ്യാറ്. അപ്പോൾ അവർക്ക് കുതിരയും കാര്യങ്ങളൊന്നും വേണ്ട. അതൊരു പക്ഷേ ചരിത്ര നിയോഗമായി. പക്ഷേ അപ്പോൾ അവിടുന്ന് 7 ദിവസം നടക്കണം ഇന്ത്യൻ അതിർത്തി കഴിയണമെങ്കിൽ. ഓരോ സ്ഥലങ്ങളിലും ക്യാമ്പ് ഇന്ത്യൻ അതോറിറ്റീസും അറേഞ്ച് ചെയ്യും. ഫുഡ്, ടിഫിൻ, എവറിത്തിങ് ഇതിൻ്റെ ഒക്കെ ചാർജ് നടത്തുന്നുണ്ട്. അങ്ങനെ 7ാം ദിവസമാണ് രാത്രി. അപ്പം ഗുഞ്ച് എന്ന് പറഞ്ഞൊരു മിഡ് പോയിന്റ് കഴിഞ്ഞപ്പോൾ തണുപ്പ് അതി കഠിനമായി. അപ്പം അതിനുള്ള കമ്പിളി വസ്ത്രങ്ങളൊക്കെ ധരിച്ച് അങ്ങനെ ഞങ്ങൾ നാബിധാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഞാൻ ലാസ്റ്റ് ചെയ്തു. അപ്പോഴേക്ക് 7 ദിവസമായി. 7 ദിവസം നടക്കാം. എനിക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. പലരും നടത്തക്കാർ പലരും പിൻവാങ്ങി, ചിലർ കാല് പൊട്ടി, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. എനിവേ നബിതാനെന്ന് അറുത്ത രാത്രിയാണ് നമ്മൾ ഇന്ത്യൻ അതിർത്തി കിടക്കുക. ഇന്ത്യൻ അതിർത്തി കിടക്കുക എന്ന് പറഞ്ഞാൽ 17,000 അടി ഹൈറ്റിലുള്ള -25 താപനിലയുള്ള സ്ഥലമാണ് ഈ അതിർത്തി. ഈ അതിർത്തിയിലെ മറ്റേ യാതൊന്നുമില്ല. അവിടെ ഓഫീസോ കെട്ടിടങ്ങളോ ഒന്നുമില്ല, വെറും മഞ്ഞുഭൂമി. അവിടെ ഇന്ത്യൻ ആർമിയുടെ ഓഫീസേഴ്സ്മാർ ഞങ്ങളുടെ കൂടെയുണ്ട്. ഈ 7 ദിവസം കൂടെയുണ്ട് അവർ എസ്കോർട്ടിൽ. പിന്നെ ആയുധമൊക്കെ ഉണ്ട്. അങ്ങനെ അവിടെ വെച്ച് ചൈനയുടെ ആൾക്കാരവിടെ ഈ ബോർഡർ ലൈനിൽ വന്ന് വലിയൊരു അംബ്രല്ല നിർത്തി വെച്ച് അങ്ങനെ ഇന്ത്യൻ ഓഫീസേഴ്സും ഒരു തമ്മിൽ കൈ കൊടുത്ത് നമ്മുടെ പാസ്പോർട്ട് വെരിഫിക്കേഷൻ അവിടെയാണ്. ഈ കൊടുമഞ്ഞിൽ ഒരു തണുപ്പില്ല, ഒരു ഷെൽട്ടറോ ഒന്നുമില്ല. ഈ ഒരു അംബ്രല്ലയുടെ അടിയിൽ നിന്ന് ഓരോരുത്തരുടെ പാസ്പോർട്ടിലും ചൈനീസ് വിസ ഡൽഹിയിൽ നിന്ന് അടിച്ചിട്ടുണ്ട്. അതുണ്ടോയെന്ന് നോക്കണം. അതുണ്ടോയെന്ന് നോക്കിയവരെ അവരപ്പുറത്തേക്ക് വാങ്ങിക്കണം. അങ്ങനെ ഈ 30 പേരെയും ചെക്ക് ചെയ്ത് ഓഫീസേഴ്സൊക്കെ കൈ കൊടുത്ത് കഴിഞ്ഞു. അപ്പോൾ രാത്രി 1 മണി നേരമാണ്. എവിടെ ഒന്നുമില്ല. അവിടെ കൊടും മഞ്ഞിൽ കിടക്കുന്ന സ്ഥലം. അപ്പം ഞങ്ങള് ഇമിഗ്രേഷൻ കഴിഞ്ഞു. ഇമിഗ്രേഷൻ ചെയ്യുന്നത് അവിടെ സീലേക്ക് ഉണ്ട് കേട്ടോ. ആ
കോട്ടയുടെ ചോട്ടിൽ നിന്ന് ആ പേടൊക്കെ വെച്ച് അവർ ശീലിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മളെ ചൈനീസ് ആർമിക്ക് കൈമാറും. എണ്ണി തിട്ടപ്പെടുത്തി അവരെ ഒപ്പിട്ട് ഇത് 120 കിലോമീറ്റർ വിസ്തീർണത്തിൽ കിടക്കുന്ന ഒരു തടാകമാണുള്ളതൊക്കെ. പക്ക റോഡൊന്നുമില്ല, ഈ മണലിൽ കൂടെ ഉയർന്നും താഴ്ന്നും ഒക്കെ കിടക്കുന്ന അവിടെ എത്തി. അവിടെ ഒരു പഴയ ബുദ്ധ മൊണാസ്ട്രികൾ ഇടിഞ്ഞു പൊളിഞ്ഞൊരു ഭാഗത്താണ് ഈ അക്കോമഡേഷൻ ഏർപ്പാടായി. നോമിന് ഫുഡൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്നല്ല മാത്രമേ അങ്ങനെയൊക്കെയുള്ളൂ. അവിടെ അച്ഛനാണ് ഈ ലൈസൻസ് ഓഫീസർ പറഞ്ഞത്, നടന്നിട്ട് ഇതിനെ പരിക്രമണം ചെയ്യാൻ തയ്യാറുള്ളവരുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യാം. അപ്പം ഞാൻ തയ്യാറായി. അങ്ങനെ വേറെ 2-3 പേരും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അപ്പോൾ ഒരു പ്രദേശത്തിന് 120 കിലോമീറ്ററാണ് ചെയ്തു വരേണ്ടത്. 120 കിലോമീറ്റർ നടക്കണം. ദിവസങ്ങളെടുക്കും. 3 ദിവസം അവരുടെ കണക്ക്. ചിലപ്പോൾ അത് പറ്റാതെ പിൻവലിയും. അങ്ങനെയൊക്കെ നമുക്ക് കേട്ടു. എന്തായാലും ഞാൻ പറഞ്ഞു ഞാനുണ്ട്. ആ അത്ഭുത കാഴ്ച നമ്മൾ നടന്നു കാണാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് 3 പേര്. അപ്പൊ ഇതിലൊരു കാര്യം നമ്മൾ മനസ്സിലാക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ ഇതേക്കുറിച്ചുള്ള യാതൊരു തരത്തിലുള്ള ലിറ്ററേച്ചറുകളോ മറ്റു പഠനങ്ങളോ ഈ ഭൂപ്രകൃതിയെക്കുറിച്ചോ ഇതൊന്നും നമുക്കറിയില്ല. തികച്ചും ടോട്ടലി ഇൻഡിഫറൻ്റ് ആയിട്ടുള്ളൊരു രാജ്യം. നിയമം എന്ന് വെച്ചാൽ കർക്കശമായ നിയമ സംവിധാനം. അപ്പോൾ എവിടെ നോക്കിയാൽ ഈ ചൈനീസ് ആർമികളുടെ പട്ടാളം റൂട്ട് മാർച്ചും അതും ഇതും അങ്ങനെ ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഒരു 30 പേര് ഇതിൻ്റെ ഇടയിൽ കിടന്ന് കഴിയണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ നടക്കുമ്പോൾ അവരുടെ ഒരു ആള് ഗൈഡായിട്ടുണ്ടോ? ഇല്ല. അതൊക്കെ അതിന് ആ ക്യാമ്പിൽ നിന്ന് തുടങ്ങി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഓരത്തിൽ കൂടെ അങ്ങോട്ട് നടക്കുക. ഇടയ്ക്കിടയ്ക്ക് വെള്ളപ്പൊടി നാട്ടിണ്ടാവും. എന്താണ് അടയാളം നടക്കുക. തടാകത്തിൻ്റെ ഓരം ചേർന്ന് ഇങ്ങനെ നടന്ന് ഇത്രയും കിലോമീറ്റർ നടക്കുമ്പോൾ തിരിച്ച് ബേസ് ക്യാമ്പിൽ വരും. ഇതന്നെയുള്ളൂ. ഇതിൻ്റെ ഇടയിൽ ഓരോ ദിവസവും ബേസ് ക്യാമ്പ് ഉണ്ടോ? ഓരോ ദിവസവും തങ്ങാനായിട്ട് 3 ദിവസം കൊണ്ടല്ലേ അതവർ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഈ ഇടിഞ്ഞു പൊളിഞ്ഞ മൊണാസ്ട്രികളുണ്ട് ഇതിൻ്റെ തീരത്ത്. ഈ തിബത്യൻ അന്നത്തെ തിബത്തിനെ ചൈന പിടിച്ചിറക്കിയപ്പോൾ ഒരു 6000 ചിലാനം ബുദ്ധമത മൊണാസ്ട്രികൾ അവർ തകർത്തുണ്ട്. ആ തകർന്ന ഭാഗങ്ങളിൽ ഇപ്പോഴും രാമന്മാരുണ്ട്, തങ്ങുന്നുണ്ട്. മേക്കൂരിയും ഒക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ചില ഭാഗത്ത് ജീവിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ട് അവിടെ വിത്ത് ഫാമിലി അവർ ജീവിക്കുന്നു. പിന്നെ ഈ തടാകത്ത് എന്താണ് ഭക്ഷണം എന്ന് വെച്ചാൽ ഈ തടാകത്ത് നിന്നുള്ള മത്സ്യസമ്പത്ത്, പിന്നെ അതിലൊരു തരം ഡക്ക് വരും, താറാവ്, അത്, പിന്നെ അവിടുത്തെ ഗോത്രവർഗ്ഗക്കാർ കൃഷി ചെയ്തിട്ടുള്ള ഈ പഴങ്ങൾ, അല്ലെങ്കിൽ റൈസൊന്നുമില്ല, ഈ മറ്റുമാതിരിയുള്ള ആൾക്കുണ്ട്. അതങ്ങനെ വലിയ സൗകര്യങ്ങളൊന്നുമില്ല. ഇതില്ല. അങ്ങനെയാണ് ഞങ്ങൾ ഈ പ്രദക്ഷിണത്തിന് തയ്യാറായി. നല്ല നീല കളറാണ്, അത് ആ അന്തരീക്ഷത്തിൻ്റെ റിഫ്ലക്ഷനാണ്. എവിടെ നിന്ന് നോക്കിയാലും നോ എൻഡ്. അപ്പോൾ നമ്മുടെ ലക്ഷ്യത്തിലുള്ള ഒരു ദിവസം കാലം ചുറ്റും മഞ്ഞ് മലയുള്ളത്, വെള്ളം മഞ്ഞ് പോലെ തന്നെ. മഞ്ഞ് പല സ്ഥലത്ത് മഞ്ഞ് മാതിരിയുണ്ട്, ചില സ്ഥലത്ത് തെളിഞ്ഞതുണ്ട്. കളറൊക്കെ വെള്ളത്തിന്റെ ഓൾമോസ്റ്റ് ബ്ലൂയിഷ് ഷെയ്ഡാണ് അങ്ങ് ആകാശത്തിന്റെ. അപ്പോൾ ഞങ്ങൾക്ക് ചെയ്യാനുള്ളത്, ഞങ്ങൾ 5 പേരാണ് നടക്കാനുള്ള ആൾക്കാർ. ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ കാലത്തോട്ട് നടക്കുക. ആ അവിടുന്ന് പുറപ്പെടുമ്പോൾ ഒരു പാക്ക് ഫുഡ് തരും, നല്ല ചൈനീസ് അതോറിറ്റീസൊക്കെ. അത് കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം എത്തുമ്പോൾ ഒരു മൊണാസ്ട്രി ഉണ്ടാവും അവിടെ. ആ മൊണാസ്ട്രിയിലാണ് ഈ തങ്ങേണ്ടത്. തങ്ങുന്നത്. അപ്പോൾ അവർ
ഫുഡൊന്നുമില്ല അവിടെ. അതൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ അറേഞ്ച് ചെയ്യണം. ബ്രെഡ് സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ 3 ദിവസം നടന്നിട്ടാണ് ഈ തടാകത്തിന് ഒരു പ്രദക്ഷിണം പൂർത്തിയാക്കി. അതിൽ ഡ്രസ്സൊക്കെ ഇത്രയും ഡ്രസ്സുകളും ഒക്കെ നമ്മൾ ധരിച്ചിട്ടുണ്ടെങ്കിലും അതുകൊണ്ട് ഒന്നും പറ്റില്ല. ഏതേ ദിവസം രാത്രി ഈ മൊണാസ്ട്രിയുടെ ഏതെങ്കിലും ഒരു റൂമിൽ കമ്പിളി സാധനങ്ങളൊക്കെ മുകളിൽ കുറച്ച് അത്യാവശ്യത്തെ ഫുഡൊക്കെ രാത്രി ബ്രെഡോ എന്തെങ്കിലുമൊക്കെ കിട്ടും. ഇത്രയേ ഉള്ളൂ. അങ്ങനെയാണ് 3 ദിവസം കൊണ്ട് ഇതിന് ഒരു പ്രദക്ഷിണം. അപ്പോൾ ഇത് ഞങ്ങൾ ഈ ബാച്ചിൽപ്പെട്ട 30 പേരിൽ പകുതിയിലധികം പേരും ബേസ് ക്യാമ്പിലുള്ള റൂമിലാണ്. അവരൊന്നും ഇതിന് വന്നിട്ടില്ല. പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള അവരൊന്നും ഇത്തിരി പ്രദർശനത്തിനൊന്നും തയ്യാറില്ലാത്ത പേടിച്ചിട്ട് ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ കുതിരയുടെ മുകളിലൊക്കെ ലാൻഡിന്റെ മുകളിലൊക്കെ ആയിട്ട് തങ്ങുമ്പോ രാത്രി അങ്ങനെയാണ് 3 ദിവസം കൊണ്ട് ഈ പ്രദക്ഷിണം. അതിന് മുമ്പ് തന്നെ ഞാൻ ഈ കൈലാസ് മാനസരോവർ യാത്രയ്ക്ക് ഫസ്റ്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഷാരി മാഷ എന്നെ കാളിദാസ കൃതികൾ പഠിപ്പിച്ചു തുടങ്ങി. അതെനിക്ക് പിന്നെ വാൽമീകി രാമായണത്തിലെ ചില പോർഷൻസ് ഇതൊക്കെ മാഷം മുന്നേ കൂട്ടി കണ്ട് അപൂരുക്കിയ സന്ധ്യാസമയത്ത് നടത്തം കഴിഞ്ഞ് നോക്കുമ്പോൾ ദൈവമേ എന്തൊരു വ്യൂ ഉണ്ടെന്നറിയാം. ഈ തടാകവും ആകാശം ഒന്നിച്ച് നിൽക്കണം. ആ വ്യൂ, അതായത് നീല തടാകം സന്ധ്യ നേരത്താകുമ്പോൾ ഈ മറ്റേ അന്തരീക്ഷത്തിൻ്റെ അഗ്നിയുടെ നിറം ഉള്ള അന്തരീക്ഷം, ഇതൊക്കെ കൂടിയിട്ട് ഒന്നിക്കണമായിരുന്നു ശരിക്കും.